ഇന്ന് നമുക്ക് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു ദോശ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പ് വേണം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇനി 1/2 കപ്പ് അവലും വേണം. അവലിന് പകരം നിങ്ങൾക്ക് 1/2 കപ്പ് ചോറ് എടുക്കാം. ഇനി നമുക്ക് അവലൊഴിച്ച് ബാക്കി എല്ലാ ചേരുവകളും നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. ആദ്യം 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അവലിപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ദോശയ്ക്ക് അരച്ചെടുക്കുമ്പോൾ മാത്രം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കാം. ഞാനിവിടെ ഒരു ഓവർനൈറ്റ് കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മിനിമം 6 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർത്താനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് ദോശ അരച്ചെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടത് നന്നായിട്ട് ദോശയ്ക്ക് അരച്ചെടുക്കുന്നത് പോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കാനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് അരിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പം മാവ് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള അരിയും കൂടെ നമുക്കിതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അവൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്ത അവലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അവലിന് പകരം 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ട് അരയ്ക്കാം. നമുക്ക് ദോശയ്ക്ക് നല്ല മയം കിട്ടും. ഇനി നമ്മൾ ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത് വന്നിട്ട് നമുക്കിത് പൊന്താനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ദോശ ചുടാൻ നേരത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് സമയം പൊന്താനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഇത് 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു തവ അടുപ്പത്തേക്ക് വെക്കാം. അത് ദോശക്കല്ല് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ദോശ ഉണ്ടാക്കി എടുക്കാം. ഈ ദോശ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് അവരുടെ വളർച്ച മാറാനും അവരുടെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളൊക്കെ കിട്ടുന്ന വളരെ ക്രിസ്പിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു ദോശയാണിത്. ഇനി നമുക്ക് ഈ ദോശയുടെ മുകളിലേക്ക് അല്പം നെയ്യൊന്ന് തൂവി കൊടുക്കാം. ഇത് വളരെ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ദോശയാണ്. ഇത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശയാണ്. ഇത് ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് നല്ല എനർജിയും കിട്ടും. നല്ല ശരീരത്തിന് ഒത്തിരി നല്ല പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ദോശയാണിത്.